പഠനം അത് ഈ നാട്ടിൽ നടക്കുമോ? കേരളത്തിലെ ഏറ്റവും വലിയ റേഡിയോ രംഗത്തെ പ്രസ്ഥാനമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫോഴ്സും കൂടെ. പിന്നെ അവരെ പറയുന്നവരങ്ങ് പലതും പറയും. അതങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ചോദിക്കുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നമ്മളിന്ന് കേരളപുരം ഓട്ടോ സ്റ്റാൻഡിലാണുള്ളത്. ഇവിടെ വരാൻ കാരണം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഫെബ്രുവരി 1 മുതൽ മീറ്റർ നിർബന്ധമാക്കുകയും മീറ്റർ ഇടാതെ ഓടുന്ന ഓട്ടോറിക്ഷകൾ സൗജന്യ യാത്രയായി പരിഗണിക്കുകയും ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് തൊഴിലാളികളുടെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാണ്. തൊഴിലാളികൾ പ്രതികരണം നമുക്ക് വീക്ഷിക്കാം. ഇത് പറഞ്ഞാൽ മീറ്റർ ഇട്ട് ഓടിയ സാധാരണഗതിയിൽ മീറ്റർ ചെയ്ത് നമ്മളെ ടൗൺ ഏരിയയിലൊക്കെയാണ് മീറ്റർ ഇട്ട് ഓടുന്നത്. പഞ്ചായത്തിൽ മീറ്റർ ഇട്ട് ഓടിയാൽ അവർ പറയുന്ന പോലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന പോലെ ഓടിയാൽ നമുക്ക് മുതലാവില്ല. 10 കിലോമീറ്റർ ഓടിയാൽ 185 രൂപ വീഴുന്ന മീറ്ററിനകത്ത്. തിരിച്ച് പിന്നെ അവരവിടെ ഇറങ്ങിപ്പോയാൽ ആ 150 രൂപ നമ്മുടെ ഇവിടുന്ന് 10 കിലോമീറ്റർ ഓടിയിട്ട് വരാൻ പറ്റും. പിന്നെ മീറ്ററിൽ കാണുന്ന കൂലിയല്ല വാങ്ങിക്കുന്ന യാത്രക്കാർ ഇറങ്ങിപ്പോകുന്ന വെച്ചാൽ ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? അത് ഈ നാട്ടിൽ നടക്കുമോ? കേരളത്തിലെ ഏറ്റവും വലിയ റേഡിയോ രംഗത്തെ പ്രസ്ഥാനമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഫോഴ്സും കൂടെ. പിന്നെ അവരെ പറയുന്നവരങ്ങ് പലതും പറയും. അതങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ചോദിക്കുന്ന ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അവരുമായിട്ട് ചർച്ച വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ എന്തോ തീരുമാനിക്കട്ടെ. നമുക്കത് ചർച്ച ചെയ്യാം. അല്ലാതെ ഭീഷണിപ്പെടുത്തി ഓട്ടോക്കാരെ വരുതിയിലാക്കാന്നുള്ള തീരുമാനം അത് ഏത് യൂണിയനായാലും ഒരു നടക്കത്തില്ല. എല്ലാ യൂണിയനും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിന് യാതൊരു സംശയം വേണ്ട. ഇതേ പറയുള്ളൂ. 1 തീയതി മുതൽ പുതിയ മീറ്റർ സംവിധാനം നിലവിൽ വരികയാണ്. മീറ്റർ ഇട്ട് മാത്രമേ ഓടാൻ പാടുള്ളൂ. അപ്പോൾ പഞ്ചായത്ത് പരിധിയിൽ ഓടുന്ന ഓട്ടോകൾക്ക് അത് എങ്ങനെ ബാധിക്കും എന്നൊന്ന് പറയാമോ? ഏകദേശം 8 വർഷമാകുമ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് അന്ന് മുതൽ മീറ്റർ മുടങ്ങാതെ എല്ലാ വർഷവും ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ നല്ലൊരു തുകയും ഞങ്ങൾക്ക് ചിലവാകുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ എൻ്റെ വണ്ടി കിടന്ന ഒരു യാത്രക്കാർ പോലും ഞങ്ങളുടെ ഏരിയയിൽ, ഞാൻ കേരളപുരത്ത് ജംഗ്ഷനിലാണ് കിടന്ന് ഓടുന്ന വണ്ടി ഓടുന്നത്, ഇതുവരെ ഒരു യാത്രക്കാർ പോലും ആവശ്യപ്പെട്ടിട്ടില്ല മീറ്റർ ഇടണമെന്ന്. ഇനിയിപ്പോൾ മീറ്റർ ഇട്ട് ഞങ്ങൾ ഓടിയാൽ പോലും ഞങ്ങളിവിടെ കിടന്ന് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ കിടക്കുമ്പോൾ ഏകദേശം ഒരു ഓട്ടം കിട്ടുന്നത്. ആ ഓട്ടം ചിലപ്പോൾ കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു 100 രൂപയുടെ വാക്ക് പോകുന്ന ഭാഗത്തേക്ക് ഒരു ഓട്ടം കിട്ടുവാണെങ്കിൽ മീറ്റർ ചിലപ്പോൾ 100 രൂപ കാണിക്കണമെന്നില്ല. ഈ ഇറങ്ങിപ്പോകുന്നൊരു ഈ 100 രൂപ തരാതിരുന്നാൽ ഞങ്ങൾക്ക് നഷ്ടമല്ലേ? അതിൻ്റെ പകുതി പൈസ പോലും ഏകദേശം അവർ തരുന്നില്ല മീറ്ററിലിട്ടാൽ. അവരിട്ട് റിട്ടേൺ വരുത്തതുമില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഇതിൻ്റെ പൈസ ഈടാക്കിയെടുക്കും എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാറുള്ളത്. പഞ്ചായത്തിൽ മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ടൗൺ പെർമിറ്റ് ഓടുന്നതും ടൗണിൽ ഓടുന്നതും പഞ്ചായത്തിൽ ഓടുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നേരം പഞ്ചായത്തിൽ നമുക്ക് മീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വരുമാനവും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് നഷ്ടമേ ഉണ്ടാവത്തുള്ളൂ. അതേ എനിക്ക് പറയാനുള്ളത്. അവസ്ഥ ഒന്ന് വിശദീകരിക്കണം. പഞ്ചായത്ത് റോഡിലൊന്നും ഈ ചാർജിനൊന്നും ഓടാൻ പറ്റത്തില്ല. അത് ഞങ്ങൾക്ക് മുതലാകത്തില്ല. എങ്ങനെ ഓടിക്കുമെന്ന്? ഫെബ്രുവരി 1 തീയതി മുതൽ മീറ്റർ ഓടിയില്ലെങ്കിൽ യാത്രക്കാർക്ക് യാത്രാ സൗജന്യമാണെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ബി ഗണേഷ് കുമാർ സാർ പറയുന്നു. പഞ്ചായത്തിൽ അത് അനുവദനീയമാണോ? പഞ്ചായത്തിൽ മീറ്റർ ഇട്ട് ഓടിയാൽ ഒരു 60 രൂപയുടെ ഓട്ടം പോയാൽ തിരിച്ച് ഞങ്ങൾക്ക് റിട്ടേൺ ഓട്ടം കിട്ടില്ല. പഞ്ചായത്തിൽ മീറ്ററിൽ 30 രൂപയാണ് അവിടെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് 30 രൂപ ഞങ്ങൾക്ക് നഷ്ടമാവുകയാണ്. ടൗണിലാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 60 രൂപയുടെ ഓട്ടം പോയാൽ അവിടുന്ന് അടുത്തൊരു ഓട്ടോ എടുക്കാം ടൗണിലെ വണ്ടികൾക്ക്. ഈ പഞ്ചായത്ത് വണ്ടി ടൗണിൽ ചെന്നാൽ പോലും ഒരു ഓട്ടോ എടുക്കാൻ അവർ താമസിക്കത്തില്ല. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഓട്ടോറിക്ഷക്കാർ ഒരു 60 രൂപയുടെ ഓട്ടം പോയാൽ അവർ 30 രൂപ വന്നിട്ട് ഇറങ്ങിപ്പോയാൽ ബാലൻസ് പൈസയ്ക്ക് എങ്ങനെയാണ്? ഞങ്ങൾക്ക് പഞ്ചായത്തിൽ തിരിച്ച് റിട്ടേൺ കിലോമീറ്റർ വീഴുകയില്ലേ? ഇത് പഞ്ചായത്തിന് ബാധകമാണോ 1 തീയതി മുതൽ ഈ മീറ്റർ ഇട്ട് ഓടിയില്ലെങ്കിൽ യാത്ര സൗജന്യമാണെന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറിനോടാണ് ഈ അഭ്യർത്ഥനയായിട്ട് ചോദിക്കുന്നത്. എൻ്റെ പേര് ഉണ്ണിരാജൻ എന്നാണ്. ഞാൻ കേരളപുരത്ത് 10-35 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനൊരു നിയമം വന്നിട്ടുമില്ല. ഞങ്ങളുടെ പേരിലൊരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളാരുടെയും അധികം പൈസ റേറ്റ് മേടിക്കുന്നതുമില്ല. ഇങ്ങനെ നിയമം വന്നാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അത് ബഹുമാനപ്പെട്ട മന്ത്രി വേണ്ട നടപടി സ്വീകരിച്ച് ഞങ്ങളെ ഇതിൽ നിന്ന് പഞ്ചായത്ത് വണ്ടി ആയതിൻ്റെ പേരിൽ ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.